ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തകർന്ന സ്വപ്നങ്ങളും തകർന്ന പ്രതീക്ഷകളും അടഞ്ഞുപോയ വാതിലുകൾ, ദുഃഖത്തിൽ ആഴ്ന്നിറങ്ങിയ പ്രതീക്ഷകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നഷ്ടഭാരങ്ങളോടെ വേദനിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നഷ്ടപ്പെട്ടതിൻ്റെ വില അറിയാവുന്നതിൻ്റെ വിഷമങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവ് എല്ലാം അറിയുന്നവനാണ്. അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഒരു നല്ല ജീവിതത്തിനുള്ള തുടക്കമിടുന്ന രാത്രിയാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് മുൻപിൽ കർത്താവ് ഒരു പുതിയ വാതിൽ തുറന്നിരിക്കും. പുതിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കും. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെയും ഭാരങ്ങളെയും വേദനകളെയും ഈ രാത്രിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അനന്തമായി കരുതുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നൽകുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ശക്തനായ ദൈവത്തോടാണ് ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത്. ആശ്വാസദായകനായ കർത്താവ് ഇന്ന് നിങ്ങളുടെ കണ്ണുനീരൊപ്പി നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടേതാണ്. കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാ ഭയവും ഭാരവും കർത്താവിൽ സമർപ്പിച്ച് നിങ്ങളോടൊപ്പമുള്ള, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ ഈ നഷ്ടങ്ങൾ നമ്മെ സഹായിക്കട്ടെ. നാം ഇപ്പോൾ ഏതൊക്കെ അവസ്ഥയിലാണ് കഴിയുന്നതെങ്കിലും ഈ അവസ്ഥ നാം പാഴാക്കരുത്. ഇതെത്രയധികം വ്യസനം കൊണ്ടുവരുന്ന അവസ്ഥയാണ് എങ്കിലും ഈ അവസ്ഥ നിങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ ഒന്നാകാനായി ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി ഈ നഷ്ടങ്ങളെ എടുക്കുക, ഈ വേദനകളെ എടുക്കുക, ഈ അവസ്ഥയെ എടുക്കുക. പൂർവാധികം ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുക. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കർത്താവിൽ പരിഹാരം ലഭിക്കും. വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതിനാൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. കർത്താവ് എല്ലാം നവീകരിക്കുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരികെ വരിക. തീർച്ചയായും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഉടൻ തന്നെ ദൈവത്തെ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്തിയാൽ നീ നിന്റെ ജീവിതമാണ് കണ്ടെത്തുന്നത്. നിന്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നു. നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി കണ്ടെത്തുന്നു. ദൈവത്തെ കണ്ടെത്തുന്നവൻ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നു. അതിനാൽ ഇന്നുവരെയുള്ള നിങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വിലയോർത്ത് ഒന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട, വിഷമിക്കരുത്. കർത്താവ് നിങ്ങളെ അറിയുന്നു. കർത്താവിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അതിനാൽ കർത്താവിനൊരു അവസരം കൊടുക്കുക. തീർച്ചയായും കർത്താവ് ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ ഹൃദയത്തിൽ സംസാരിക്കും. വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയും വിഷമങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 34:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങളെയും
ഈ രാത്രിയിൽ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ വേദനയെ, ഹൃദയത്തിൻ്റെ ഭയം, വേദന, നിരാശ, നിസ്സഹായതയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ശരീരത്തിലെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ വിലപിടിപ്പുള്ള കാര്യങ്ങളെ സമർപ്പിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയെ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഈ മക്കളെ നീ സ്വീകരിക്കണമേ. ഇവരുടെ നഷ്ടങ്ങളെല്ലാം ലാഭമാക്കി മാറ്റാൻ ശക്തനായ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി ഈ രാത്രിയിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഇവരുടെ എല്ലാ നഷ്ടഭാരങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങളെ സമർപ്പിക്കുന്നു. ഇവർക്ക് നേരെ അടഞ്ഞുപോയ നന്മയുടെ വാതിലുകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരുടെ ദുഃഖത്തിൽ ആഴ്ന്നിറങ്ങിപ്പോയി നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളെ സമർപ്പിക്കുന്നു. ഈ രാത്രിയുടെ നിശബ്ദതയിൽ കർത്താവേ, ഈ മക്കളുടെ കണ്ണുനീർ നീ ഒപ്പണമേ. വാക്കുകൾക്ക്, സാഹചര്യങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഇവരുടെ ഹൃദയത്തിൻ്റെ ശൂന്യത, ഇവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, മനസ്സിൻ്റെ ദുഃഖം ഈ രാത്രിയിൽ നീ എടുത്തു മാറ്റണമേ. കർത്താവായ ദൈവമേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ അഭയം തേടുന്നു. നിസ്സഹായതയുടെ ഈ അവസ്ഥയെ നീ കാണണമേ. എൻ്റെ ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീ ഉടൻ തന്നെ സഹായമയക്കുന്ന കർത്താവാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. കർത്താവെ, എപ്പോഴൊക്കെ ഞങ്ങൾ സഹായത്തിന് നിലവിളിച്ചപ്പോൾ അപ്പോഴെല്ലാം നീ സകലവിധ കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു എന്ന തിരുവചനം ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന, മനമുരുകി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ നീ ഈ രാത്രിയിൽ ഒപ്പണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നുവരെയുള്ള ഞങ്ങളുടെ നഷ്ടങ്ങളെ നാളത്തെ ഞങ്ങളുടെ ലാഭമാക്കി മാറ്റാൻ അങ്ങേക്ക് സാധിക്കുമല്ലോ. ഇന്നീ സമയം വരെ ഞങ്ങൾക്കുള്ള നഷ്ടങ്ങളെ, ഞങ്ങൾക്കുള്ള തകർച്ചകളെ എല്ലാം കർത്താവേ, നിന്നിലേക്ക് കൂടുതലായി അടുത്തു വരാൻ, നിന്നെ പൂർണ്ണമായി അറിയാൻ, നിന്നെ അനന്തമായി സ്നേഹിക്കാൻ, നിന്നോട് കൂടെ ആയിരിക്കാൻ ഉള്ള ഒരു ഉപാധിയായി ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു. അതിനാൽ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് എന്തും അത് നഷ്ടമല്ല, അത് ലാഭം തന്നെയാണ്. എന്തെന്നാൽ കർത്താവ് സകലത്തിൻ്റെയും അധിപനാണ്. കർത്താവ് എല്ലാത്തിൻ്റെയും ഉടയവനാണ്. ഈ ലോകം തന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതിനാൽ കർത്താവെ, അങ്ങയെ അറിയാൻ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടമല്ല, ലാഭം മാത്രമാണ് തരുന്നത്. അതിനാൽ ഇപ്പോഴുള്ള ഈ അവസ്ഥയെ, ഈ നഷ്ടങ്ങളുടെ അവസ്ഥയെ നിന്നെ കൂടുതലായി അറിയാനുള്ള ഒരു ഉപാധിയായി, ഒരു കാരണമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ നഷ്ടങ്ങളെ നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ തകർച്ചയെ നിന്നിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എന്തെന്നാൽ കർത്താവെ, നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായി പരിണമിക്കും. നിന്നിൽ നിന്ന് സ്വീകരിക്കുന്ന സകലതും അത് നഷ്ടമാണെങ്കിലും, അത് പരാജയമാണെങ്കിലും, അത് തകർച്ചയാണെങ്കിലും, രോഗമാണെങ്കിലും, അത് ശൂന്യതയാണെങ്കിലും, എന്താണെങ്കിലും നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നത്, നീ ഞങ്ങൾക്ക് തരുന്നത് അതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, ഞങ്ങളുടെ ലാഭത്തിനു വേണ്ടി, ഉപരി നന്മയ്ക്കു വേണ്ടി നീ മാറ്റി തീർക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ തോന്നണമേ. ഇപ്പോൾ നിന്റെ കരം അവരെ സ്പർശിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, ബിസിനസ്സുകാരെ, തകർന്ന പ്രതീക്ഷകളോടെ ഇരിക്കുന്നവരെ, പരാജയത്തിൽ കഴിയുന്നവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ, ഇനിയൊന്നും മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്തവരെ, ധൈര്യം ചോർന്നു പോയവരെ, ഭയം കീഴടക്കിയവരെ, കർത്താവെ, പ്രതീക്ഷകൾ തകർന്ന ഇവരുടെ മേൽ നീ ഇപ്പോൾ കരം വെച്ച് ഇവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മനമുരുകി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീ കരം വെച്ച് സുഖപ്പെടുത്തണമേ. ഹൃദയം നുറുങ്ങിയ ഈ മക്കളുടെ മേൽ ഇപ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ നീ ഇടപെടണമേ. കർത്താവെ, നിനക്കെല്ലാം സാധ്യമാണ്. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ
പ്രിയ സഹോദരി സഹോദരങ്ങൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, അവരുടെ ആഗ്രഹത്തിന്മേൽ, അവരെന്താഗ്രഹിക്കുന്നോ അതിന്മേൽ നീ ഇടപെട്ട് അവർക്കൊരു ശാശ്വത പരിഹാരം നൽകണമേ. അവരെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ഇപ്പോൾ നീ ഇടപെടണമേ. അവരെ വേദനിപ്പിക്കുന്ന അവരുടെ രോഗാവസ്ഥയിൽ ഇപ്പോൾ നീ ഇടപെടണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും ധൈര്യവും ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ പുതിയ ഒരു പ്രതീക്ഷ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാനുള്ള ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടഭാരങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന, കർത്താവിലേക്ക് ഹൃദയം പൂർണ്ണമായി തിരിക്കുന്നവർക്ക്, അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുന്നവർക്ക് കിട്ടുന്ന ശാശ്വത പരിഹാരം, കിട്ടുന്ന ശാശ്വത അനുഗ്രഹത്തെ ഓർത്ത് കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകളെയും ദുഃഖവും പ്രയാസങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ നഷ്ടങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ അവസ്ഥയെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ നീ അവരുടെ സമീപത്തുണ്ട്, നീ അവരുടെ മധ്യയുണ്ട്, നീ ഇവരുടെ മേൽ നീ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ച് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിനാൽ തന്നെ എൻ്റെ കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു. ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ നീ ഇടപെടണമേ. നീ ശക്തിയുള്ള ദൈവമാണ്, നീ സകലത്തിൻ്റെയും അധിപനായ കർത്താവാണ്. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ഇനി നിരാശയില്ല, ഇനി ഭയമില്ല, ഇനി ദുഃഖമില്ല, ഇനിയൊന്നും തകരാൻ ഞങ്ങൾക്കില്ല. എന്തെന്നാൽ സകലതും കർത്താവ് വീണ്ടെടുക്കാൻ പോകുന്നു. ഞങ്ങളുടെ എല്ലാം വീണ്ടെടുക്കുന്ന, പുനഃസ്ഥാപിക്കുന്ന ദൈവമാണ് ഞങ്ങൾ കർത്താവേ എന്ന് വിളിക്കുന്ന അങ്ങ്. അതിനാൽ ഞങ്ങൾക്കിനി ദുഃഖഭാരമില്ല. ഞങ്ങളെ തകർക്കാൻ ഇനി ഈ ലോകത്തിന് സാധിക്കുകയില്ല. ഇന്ന് വരെ ഞങ്ങളെ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചുവോ അവരെല്ലാം ഞങ്ങൾക്ക് നന്മ ചെയ്തു. എന്തെന്നാൽ ആ അവസ്ഥ, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നിന്നെ അറിയാൻ സാധിച്ചു. അതിനാൽ തന്നെ ആരും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തിട്ടില്ല. എല്ലാവരും ഞങ്ങൾക്ക് ചെയ്തത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന രാത്രിയാണ് ഇന്ന്. എന്തെന്നാൽ ആരൊക്കെ ഞങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഞങ്ങൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, കർത്താവിനെ അറിയുവാൻ സഹായിച്ച കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവരും നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ കർത്താവെ, ഈ ഒരു അവസ്ഥയെ നിന്നിലേക്ക് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ വരാൻ, ഞങ്ങളെ നിന്നിലേക്ക് അടുപ്പിക്കുന്ന എന്തും അത് ഞങ്ങൾക്ക് നന്മ മാത്രമേ നൽകുകയുള്ളൂ. അതിനാൽ ഇന്നുവരെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരെ ഈ രാത്രിയിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ഞങ്ങളെ ഉപദ്രവിച്ചവരെ, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരെ, ഞങ്ങളുടെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തിയവരെ എല്ലാം ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അവരോട് ക്ഷമിക്കുന്നു. അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ഈ ഒരു പ്രവർത്തനങ്ങൾ കാരണം നിന്നെ അറിയുവാൻ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് നിന്നെ അറിയുവാൻ, നിന്നിലേക്ക് വരാൻ അവരാണ് ഞങ്ങളെ സഹായിച്ചത്. അതിനാൽ തന്നെ ഈ രാത്രിയിൽ എല്ലാ വ്യക്തികളെയും, ഇന്ന് വരെ ഞങ്ങളോട് ഇടപെട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു. അവരെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും നല്ലൊരു ഉറക്കം കൊടുത്ത്, കർത്താവിൻ്റെ അരികെയുണ്ട്, ഞാനിനി ഭയപ്പെടില്ല, എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം എൻ്റെ അരികത്തുണ്ട്, എൻ്റെ കൂടെയുണ്ട്, അതിനാൽ ഞാനിനി ഭയപ്പെടുകയില്ല, ഞാനിനി അധൈര്യപ്പെടുകയില്ല, ഞാനിനി തകരുകയില്ല. പുതിയ പ്രത്യാശ, പുതിയ പ്രതീക്ഷ എൻ്റെ കർത്താവ് എനിക്ക് നൽകുന്നു. ഞാൻ ജീവിക്കും, എന്തെന്നാൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അതിനാൽ ഞാനും ജീവിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവേ, നാളത്തെ ദിവസം ശുഭപ്രതീക്ഷയോടെ അങ്ങയുടെ സകല നന്മകളെയും സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയോടുകൂടി ഉണർന്നെഴുന്നേൽക്കാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട
എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ രക്ഷ അനുഭവിക്കുവാൻ ഈ പ്രാർത്ഥനയെ ഈ ലോകമെങ്ങും നീ അയക്കണമേ. ഈ പ്രാർത്ഥനയെ നീ ലോകമെമ്പാടും അയച്ച് ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷത്തിനുള്ള വക നൽകണമേ. ഭയപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ധൈര്യമായി മുന്നോട്ട് പോകാനുള്ള കൃപ കൊടുക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്ത നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന അനേകർക്ക് ജീവിതത്തിൽ വെളിച്ചം പകർത്തുവാൻ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്കും ഇതയച്ചു കൊടുത്ത് ലോകമെമ്പാടുമുള്ളവരുടെ ദുഃഖം കണ്ണുനീരൊപ്പാൻ ഇതാരൊക്കെ അയച്ചു കൊടുക്കുന്നോ, ഇതാരൊക്കെ സ്വീകരിക്കുന്നുവോ, ഇതാരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ഇത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവർക്കും കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറച്ച്, കർത്താവിൻ്റെ ശക്തിയാലും ധൈര്യത്താലും നിങ്ങളെ നിറച്ച് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഉറക്കവും എല്ലാ മേഖലയിലും ശാന്തതയും സംരക്ഷണവും സൗഖ്യവും നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രഭാതം കാണാൻ അവിടുന്ന് നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി വിളിച്ചുണർത്തട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്തിട്ടേ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാവൂ. എന്തെന്നാൽ അനേകർ ഹൃദയഭാരവുമായി പ്രതീക്ഷയറ്റ് ജീവിക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത, ഉറക്കം വരാത്തവർക്ക് ഇന്നീ രാത്രിയിൽ ഈ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അതിനാൽ നിങ്ങൾ ഇത് കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഇത് ഷെയർ ചെയ്തിട്ടേ ഉറങ്ങാവൂ. കർത്താവ് നിങ്ങൾക്ക് രക്ഷ നൽകും, സമൃദ്ധിയും സന്തോഷവും നൽകിയിരിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമേ. ആമേൻ.